ഹായ്, ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണാതെ കുറേ പേര് എൻ്റെ വീഡിയോയുടെ താഴെ കമൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലെ കമൻസ്, മെസ്സേജൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഒരു വീഡിയോയുമായിട്ട് വരാനാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ റെസിപ്പികളെ സ്നേഹിക്കുന്ന, എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റെസിപ്പിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ 4 മാസം അല്ലെ 5 മാസം ആയതേ ഉള്ളൂ ഞാൻ വീഡിയോ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ എനിക്കുണ്ട്. ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയാറില്ല. കമൻറ്റ് ചെയ്യണമെന്ന് മാത്രം പറയും. കാരണം എനിക്ക് എൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് തരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെടുവാണ്. നിങ്ങളെല്ലാവരും, അതായത് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെൽ ഐക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, അവരുമായിട്ടൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം കുറച്ച് നീണ്ടുപോയി ഈ വീഡിയോ, ക്ഷമിക്കണം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് ലിവർ ഫ്രൈ ആണ്. അതായത് എങ്ങനെയാണ് കരൾ കുരുമുളകിട്ട് വറുത്തെടുക്കുന്നതെന്നാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. പെർഫെക്റ്റായിട്ടാണ് ഇതിൻ്റെ മസാല ബ്ലെൻഡ് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ റെസിപ്പിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി, അത് ഞാനിപ്പോൾ പറയുവാണ്. അതായത് നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഇട്ട് ലിവർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാലാൻ വെച്ചതിന് ശേഷം ഇതെടുക്കാവൂ. എന്നാലേ അതിൻ്റെ ആ ഉളുമ്പ് സ്മെല്ലും ഒക്കെ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ കുരുമുളക് ഇതിൻ്റെ അകത്ത് ഒട്ടും ഒഴിവാക്കി. പിന്നെ ചിലർക്കൊക്കെ കുറച്ചും കൂടെ കുരുമുളക് വേണമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ഇടാം. ഇച്ചിരി കൂടുതൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല. ലിവറല്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചില തെറ്റിദ്ധാരണയുണ്ട്, ലിവർ വേവിക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ഹാർഡായി പോകുന്നു. അങ്ങനെയൊന്നുമില്ല. നോൺ വെജ് ഐറ്റംസ് ഒക്കെ വേവിക്കുമ്പോൾ ആദ്യം ഉപ്പിട്ടില്ലെങ്കിൽ ആ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കത്തില്ല. അപ്പോൾ ഒരുപാട് കുക്കിംഗ് ടൈം എടുത്താലാണ് നമുക്ക് ലിവർ ഹാർഡായിട്ട് പോകുന്നത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ മതി. അതുപോലെ തന്നെ കുക്കറിൽ ഈ ലിവർ വേവിക്കാം എന്ന് ചിലർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പറ്റും. 1-2 വിസിൽ മതി. പക്ഷേ സ്ലോ ഫയറിൽ ഇത് വേവിച്ചെടുക്കുന്ന ആ ടേസ്റ്റ് കുക്കറിൽ വേവിച്ചെടുക്കുമ്പം ലിവറിന് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ലിവർ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് നെടുകെ കീറിയത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 10 അല്ലി വെളുത്തുള്ളി. ഇത് രണ്ടും നാടൻ ഇഞ്ചി, നാടൻ വെളുത്തുള്ളിയാണ്. അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് മണി. ഇത് മൂന്നും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ്. ചതച്ചോ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ലിവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നതിന് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത്, അതായത് കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്
ഈ സവാള ഒരു പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ എണ്ണ കുറവാണെങ്കിൽ ലേശം എണ്ണ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇപ്പം നമ്മുടെ സവാള ഏകദേശം ഒരു പകുതി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഒന്ന് ലേശം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ലിവർ ചേർത്ത് കൊടുക്കണം. ഈ ലിവർ ചേർത്തിട്ട് ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റണേ. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ ലിവറാണ്. അപ്പോൾ 1/2 കിലോ ലിവറിന് വേണ്ടിയുള്ള കൂട്ടുകളാണ് ഞാനിവിടെ കാണിക്കുന്നതും. അതുപോലെ നിങ്ങൾ ഈ ലിവർ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യരുത്. കാരണം ഇത് അവസാനം ഫ്രൈ ആയിട്ട് വരുമ്പോൾ തീരെ ചെറിയ കഷ്ണമായിട്ട് പോകും. ബീഫൊക്കെ കട്ട് ചെയ്യുന്നൊരു ഇച്ചിരി കൂടെ വലുപ്പത്തിൽ വേണം ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുമ്പോൾ കട്ട് ചെയ്യാൻ. ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 മിനിറ്റ് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതായത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, എരിവ് കുറഞ്ഞ മുളക് പൊടി. ഇത് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം, കാരണം ലിവറിന് ഇച്ചിരി കുരുമുളക് കൂടുതൽ വേണം. കാരണം നമ്മളിത് പെപ്പർ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതായത് വലിയ ജീരകം. ഗരം മസാലയെക്കാട്ടിൽ ലിവറിന് ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് വേവിക്കാൻ ചിലരൊക്കെ ആണെങ്കിൽ കുക്കറിൽ വെക്കും. പക്ഷേ കുക്കറിൽ വെച്ച് വേവിക്കുന്നതിനെക്കാട്ടിലും ഇതിന് ടേസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുന്നതിനാണ്. നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഈ ലിവറിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി അത് വേവും. പക്ഷേ കുറച്ച് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അത്രയും ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ ചേർക്കണ്ട. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇത് ഞാനിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ, തീ ഒരുപാട് കൂട്ടി വെക്കില്ല, അടിക്ക് പിടിക്കും. അപ്പോൾ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. എന്നാലേ ഈ കരൾ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് അടപ്പ് മാറ്റുവാണ്. കണ്ടോ, നമ്മൾ ആ ഒഴിച്ച വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് വെന്ത് കിട്ടത്തില്ല. ലിവർ വേവായിരുന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ലേശം വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്, ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കണ്ട, ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം വറ്റിച്ച്, അതായത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ്. അടിക്ക് പിടിക്കരുത്. ഇപ്പം നിങ്ങളിത് വറ്റിച്ചെടുക്കുമ്പോൾ, അപ്പം നിങ്ങളിത് ഡ്രൈ ആക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പ്, കുരുമുളകിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പം ആദ്യം ഞാനൊരു 10 മിനിറ്റ് അടച്ചു വെക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം. അടിക്കെങ്ങാനും പിടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചാൽ മതി, ഒന്ന് ഇളക്കിയിട്ട്. ഇപ്പം ഞാനിത്
വരട്ടി ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു ലേശം ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഞാനിപ്പോൾ ഇടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇച്ചിരി കൂടെ എരിവ് ഈ ലിവറിന് വേണം. പെപ്പറിൻ്റെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കാൻ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് ഓഫ് ചെയ്യുവാണേ. ഇത്രയും ഡ്രൈ ആയാൽ മതിയേ. നമ്മൾ ഇരിക്കുന്തോറും ഇനി കുറച്ചും കൂടെ ഡ്രൈ ആവും. ഇനി നമുക്കിതിലേക്ക് 2 സാധനങ്ങളൂടെ ചേർക്കാറുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, നല്ലൊരു ഫ്ലേവറാണ് ഇതിപ്പോൾ ഇടുമ്പോൾ. ഒരു തണ്ട് കറിവേപ്പില, ഒരു ലേശം വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട, ലേശം ഒരു ടീസ്പൂൺ മതിയേ. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഈ ഫ്ലേവർ കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. അപ്പോൾ ഈ ഫ്ലേവറെല്ലാം ഇതിൽ നല്ലതുപോലെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് വേറൊരു സെർവിങ് ബോളിലോട്ട് മാറ്റണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിത് തുറക്കുവാണ്. ജസ്റ്റ് ഒരു പീസ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കുവാണേ. ഒരു പീസ്. അപ്പം നമ്മുടെ ലിവർ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പെപ്പറിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും ലാസ്റ്റ് ഒഴിച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് എൻ്റെ അമ്മേ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ ഒരു 1/2 കിലോയെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 1 കിലോയോ അങ്ങനെ കൂട്ടി നിങ്ങൾക്ക് എടുക്കാം. അന്നേരം ഇതിൻ്റെ മസാല കൂട്ടി കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മസാല കൂട്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റ് ചെയ്താൽ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ശരിക്കും ഇതിൻ്റെ കൂടെ ചൂട് ചോറ് അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ലിവർ കഴിക്കാൻ ഇഷ്ടമുള്ളവരും. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഫെയിലാവാത്തൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ അകത്ത് മസാല ഞാൻ പറഞ്ഞ പോലെ ചേർത്താൽ ഒട്ടും മസാലയുടെ കുത്തലോ ഒന്നും നിങ്ങൾക്ക് കിട്ടാതെ നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം. കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങളത് ചേർക്കണം. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.